പുതിയ വീട്ടിലോട്ട് താമസം മാറിയതിന് ശേഷമുള്ള ഫസ്റ്റത്തെ ഉത്സവം കൂടാനാണ് നമ്മളിന്ന് ഈ ഒരുങ്ങിച്ചമഞ്ഞൊക്കെ നിൽക്കുന്നത്. ഉത്സവം കൂടാനായി റെഡിയായൊക്കെ നിന്നപ്പോഴാണ് ഞങ്ങളുടെ നൈബർ പറഞ്ഞത്, ഞങ്ങളുടെ വീട്ടിൻ്റെ അതുവഴി ഘോഷയാത്രയുണ്ട്, വരാനായിട്ട് കുറച്ച് വൈകും, ഒരു 9:15 ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവനവഞ്ചേരിയിലുള്ള ഇണ്ടിളയപ്പൻ ക്ഷേത്രത്തിലും പൂരം നടക്കുന്നുണ്ട്, നേരെ അങ്ങോട്ട് പോയി അവിടുത്തെ കുറച്ച് കലാപരിപാടികൾ കാണാമെന്ന്, ലൈറ്റൊക്കെ കാണാമെന്ന്. അങ്ങനെ അവിടെ ലൈറ്റൊക്കെ കണ്ട് പിന്നെ മെയിൻ ഉദ്ദേശം അറിയാമല്ലോ, നമുക്ക് ഫുഡാണ് മെയിൻ. നേരെ പോയി മുളക് ബജിയൊക്കെ കഴിച്ച് അതിന് ശേഷം ഇത് ഇവരുടെ പുതിയൊരു ചീസ് കേക്കാണ്. ചോക്ലേറ്റ് ചീസ് കേക്കും മാംഗോ ചീസ് കേക്കും രണ്ടും പരീക്ഷിച്ച് നോക്കി. ചോക്ലേറ്റ് കഴിച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ട്, ഇഷ്ടമായത് കൊണ്ടിട്ട് പിന്നെ മാംഗോ ചീസ് കേക്കും കൂടെ പരീക്ഷിച്ച് കൊള്ളാം. എനിക്ക് തോന്നി കുറച്ചും കൂടി തണുപ്പുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ കുറേ കൂടി ടേസ്റ്റി ആയിരുന്നേനെ. എങ്കിലും ഇത് ഓക്കെയാണ്, കൊള്ളാം, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറേ നേരം വീണ്ടും അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് പരിപാടികളൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയി ഘോഷയാത്രയും കാത്ത് പുറത്തിരിക്കുന്നതാണ്. അങ്ങനെ പുറത്തിരുന്നപ്പോഴാണ് ആദ്യക്കുട്ടൻ ചൂടെടുത്തിട്ട് ഈ ഫാനും കൊണ്ട് വന്നത്. ഈ ഫാൻ ഞങ്ങൾ ശർക്കര പറമ്പെന്ന് വാങ്ങിയതാണ് കേട്ടോ. സംഭവം സൂപ്പറായിട്ടുണ്ട്. ചാർജിങ് ഫാനാണ്. അധിക നേരം ചാർജൊന്നും നിൽക്കത്തില്ല. എന്നിരുന്നാലും കറണ്ട് ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഈ സിറ്റൗട്ടിൽ നമുക്ക് ഫാനില്ല, അപ്പോൾ ചൂട് ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്ന സമയത്തൊക്കെ ചെറിയ രീതിക്ക് ആശ്വാസം തരുന്നൊരു സാധനമാണ് ഈ ഫാൻ. അങ്ങനെ ഞാനും ആദ്യക്കുട്ടനും അനീഷണ്ണനും കൂടി കുറേ നേരമൊക്കെ ഇതിൻ്റെ കാറ്റൊക്കെ കൊണ്ട് അങ്ങനെയൊക്കെ ഇരുന്ന്. സംഭവം ഘോഷയാത്ര ദൂരെ നിന്ന് എവിടെ നിന്നൊക്കെയോ കൊട്ടൊക്കെ കേൾക്കുന്നത് കൊണ്ടിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഇതേ ഘോഷയാത്ര നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തി. ഘോഷയാത്ര പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അവിടെ നിന്ന് അത്രയും നേരം താളം വിട്ടുകൊണ്ട് നിന്ന ബ്രൂണോയെയും കാണുന്നില്ല, അനീഷണ്ണനെ ആദ്യക്കുട്ടനെയും ഒന്നും കാണുന്നില്ല. നോക്കിയപ്പോൾ ബ്രൂണോ കൂട്ടിൻ്റെ അകത്തിരുന്ന് ഈയലടിക്കുന്നത് പോലെ വിറയലടിച്ച് അങ്ങനെ ഇരിപ്പുണ്ട്. അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി രണ്ടുപേരും അനീഷണ്ണനും ആദ്യക്കുട്ടനും കൂടി അങ്ങോട്ട് അവൻ്റെ അടുത്തോട്ട് പോയി. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ നൈബറിൻ്റെ വക ഒരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവനെ ഈ വേഷത്തിൽ കണ്ടിട്ട് മനസ്സിലായില്ല. പിന്നീട് സൗണ്ടൊക്കെ കേട്ടപ്പോൾ ഇതാണ് ആൾ എന്ന് തിരിച്ചറിഞ്ഞത്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് കണ്ടപ്പോൾ എനിക്ക് പോസൊക്കെ ചെയ്തു തന്ന്. അങ്ങനെ ഇതും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പള്ളിയറ ക്ഷേത്രത്തിലോട്ട് പോയി. പള്ളിയറ ക്ഷേത്രത്തിലെ ഘോഷയാത്രയാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി പോയത്. ഇത് സംഭവം കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോയാണ്. വീഡിയോ ഇടാനായിട്ട് കുറച്ച് ഡിലേ വന്നു. അപ്പോൾ ഇന്നത്തേക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.